ഒരു കുറച്ച് രാഷ്ട്രീയം പറയുകയാണെങ്കിലും മുരുകഭഗവാനെ തമിഴ്നാടിന്റെ ദൈവമാക്കി നിർത്തി ദേശീയതയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഇടക്കാലത്ത് വന്നു കൊണ്ടുവരാൻ വേണ്ടി അവിടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മുരുകൻ ഹിന്ദു അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന. അപ്പൊ മുരുകൻ 2020 ഫിസിക്കൽ എർത്തിൽ ആരംഭിച്ചു. അതിൽ ഭാരതം ഉയർന്നു വരാനുള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതം ഡീപ് സ്റ്റേറ്റ് ആവുക എന്നുള്ളൊരു ലോകത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നമസ്കാരം. അങ്ങ് ഈ മുരുക ഭക്തസംഗമം വലിയൊരു ഓളം ഭക്തരുടെ ഇടയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരാളാണങ്ങ്. ഈ എന്തുകൊണ്ട് മുരുകൻ ഒരു ആരാധ്യ ദേവത? നമ്മുടെ കേരളത്തിൽ മുരുകക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹത്തുക്കളായ ഋഷിവര്യന്മാർ മുരുക പ്രതിഷ്ഠ നടത്തിയ, സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഈ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. പക്ഷെ എങ്കിലും കേരളത്തിൽ അങ്ങനെ പരിചിതമല്ലാത്ത ഒരു അത്ര ഇപ്പോൾ കാവടി അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ പൊതുവേ കാണുന്ന ഈ അമ്മ ദൈവ സങ്കല്പം, ധർമ്മശാസ്ത്ര സങ്കല്പം, അയ്യപ്പൻ, ശൈവ വൈഷ്ണവ പാരമ്പര്യം, ഇതിനുള്ളിൽ വളരെ കൃത്യമായിട്ടൊരു മുരുക ദേവത അല്ലെങ്കിൽ ദേവൻ അങ്ങനെ ഒരു കാര്യം കടന്നു വന്നത് എങ്ങനെയാണ്? ഒന്നാമത് ഫസ്റ്റ് ഞാൻ നമ്മുടെ മുരുക സമ്മേളനം നടത്തിയത് ഗോപാൽജി ആണ്. അത് ഇവിടെ തിരുവനന്തപുരത്ത് അതിന്റെ ഭാഗമാണ് ചെയ്തത്. ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നതുപോലെ നാളെ ശ്രീനാരായണ അരുവിക്കരയിൽ പോയിട്ട് പ്രാർത്ഥിക്കാനാ ശ്രീനാരായണ ഒരു ദേവന്റെ സമാധി. കാരണം അദ്ദേഹം കേരളത്തിൽ മുരുകന്റെ ഒരുപാട് അമ്പലങ്ങൾ ചെയ്തിട്ടുണ്ട്. പഴനി മുരുകനെ കുറിച്ചിട്ടുള്ള കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ്. കേരളത്തിൽ ഉണ്ടായിരുന്നു നമ്മള് ഒരുപാട് മുരുക പാരമ്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇടക്കാലത്ത് എങ്ങനെയോ ഒന്ന് മങ്ങലേറ്റു. ഇപ്പൊ വീണ്ടും അതിനൊരു ഉണർവുണ്ടായിരുന്നു ഒരുപാട്. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഈ 2-3 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായ വലിയൊരു ഉണർവ് നമുക്ക് കാണാൻ പറ്റും. കാവടി കൂട്ടങ്ങൾ കൂടിയിട്ടുണ്ട് അമ്പലങ്ങളിൽ ഭയങ്കര. അല്ല, എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പ് വളരെ ചില പ്രത്യേക ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നിപ്പോ കുറെ കൂടെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നു. ഇപ്പൊ കുറച്ചുകൂടി ആ മുരുക പഴനിയിലേക്ക് പോകുന്ന ആൾക്കാർ കേരളത്തിൽ ഒരുപാട് കൂടി. ഈ 2-3 കൊല്ലത്തിലുള്ള ഭയങ്കരമായിട്ട് കയറി. അതിന് ഒരു പങ്ക് വഹിക്കാനുള്ള മാർക്കിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു ഇതാണ്. നമ്മള് മുരുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ ഈ ദൗത്യത്തിലേക്ക് വന്നത്. അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്, അദ്ദേഹമാണ് ഡയറക്ടർ, എല്ലാം അദ്ദേഹമാണ്. എല്ലാ തിരക്കഥ എല്ലാ ഡയറക്ഷനൊക്കെ അദ്ദേഹമാണ്. നമ്മളതില് ആ റോള് വഹിക്കണമെന്നുള്ളൂ. അപ്പോൾ ആ ഒരു വലിയൊരു കൂട്ടം നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യണു. നമ്മളൊരു ആൻഡ്യൂട്ട് എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായിരുന്നു മുമ്പ് കേരളത്തില്. അതായത് കുട്ടികൾക്ക് ഊണ് കൊടുത്തിട്ട് എല്ലാവർക്കും കുട്ടികളെ മുരുകവാൻ, അപ്പൊ അതിലൊരു ആള് മുരുകവാനായിട്ട് വന്ന് ഊണ് കഴിക്കുന്നൊക്കെയാണ് സങ്കല്പം. പിന്നെ അത് നിന്ന് പോയതാണ്. അപ്പൊ നമ്മളെ കുംഭമേള നടന്നല്ലോ ഇവിടെ നമ്മുടെ തിരുനാവായ. അപ്പൊ ആനന്ദവന സ്വാമികൾ എന്നോട് പറഞ്ഞു, അന്ന് തൈപ്പൂയം വരുന്നുണ്ട്. അന്ന് ഞങ്ങളാണ് ചെയ്തത്. കുംഭമേള പ്രധാന കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്തത്. കാവടിയാട്ടോ എല്ലാം ചെയ്തു. അപ്പൊ അന്ന് അവിടെ നിന്ന് ആണ്ടിയൂട്ട് നടത്തണം എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളവിടെ ആണ്ടിയൂട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെ തിരിച്ച് വരുന്നുണ്ട്. അപ്പോ ശ്രീനാരായണ ഗുരുദേവനെ പോലെയൊക്കെയുള്ള ഒരു മഹാത്മാക്കളുടെ നാട്ടില് തീർച്ചയായും വരേണ്ട ഒരു മുന്നേറ്റമാണ് മുരുകന്റെ. അപ്പൊ അതിനൊരു എല്ലാമാർക്കൊക്കെ അതിനൊരു പങ്കുവഹിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ പോകണം. അല്ല, ഇതിന് നമ്മളൊന്ന് ഒരല്പം അതിൻ്റെ ഒരു പഴമയിലേക്ക് കടന്നാൽ, കുറച്ച് ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഈ തമിഴ് സിദ്ധ പാരമ്പര്യവുമായിട്ട് ഈ മുരുക ഉപാസനയ്ക്ക് വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഈ ഇവിടുന്ന് അങ്ങേക്ക് തമിഴ്നാടുമായിട്ടുള്ള ഇതിൻ്റെ ഒരു കണക്ഷൻ അതെങ്ങനെയാണ്? അതൊന്ന് വിശദീകരിക്കാമോ? തമിഴ് പ്രത്യേകിച്ചും ഈ തമിഴ് സിദ്ധന്മാരുമായിട്ടൊക്കെയുള്ള. ശരിക്കും പറഞ്ഞാൽ തമിഴ് സിദ്ധന്മാർ 18 സിദ്ധന്മാരാണ് മെയിനായിട്ട് പറയുക. അവരുടെ ഗുരു ഗുരുവായിട്ട് കാണുന്നത് മുരുകനാണ്. പരമാത്മാവായിട്ട് ശിവഭഗവാന്. അതാണ് അവരുടെ സിസ്റ്റം. 18 സിദ്ധന്മാരിൽ. അപ്പൊ അതിലത്തെ ഒരു സിദ്ധനായ ഭോഗനാഥ സിദ്ധനാണ് പഴനിമേലത്തെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തമിഴ്നാടിന്റെ ഉള്ളറകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു സിദ്ധ പാരമ്പര്യം ഭയങ്കരമായിട്ട് തമിഴ് ആൾക്കാരുടെ ഉള്ളിലുണ്ട്. സിദ്ധ കേരളത്തിൽ അത്ര ഇല്ല. അത് തമിഴ് ഇപ്പൊ നമ്മൾ കേരളത്തിൽ അറിഞ്ഞു തുടങ്ങി. ഭോഗന്മാർഷാരാന്നും അങ്ങനെ ഓരോ സിദ്ധന്മാരെ കുറിച്ചിട്ട് അറിഞ്ഞു തുടങ്ങി പണ്ട്. പക്ഷെ അവരുടെ രക്തത്തിലുണ്ട്. ഓരോ മലകളുടെ ഉള്ളിലും
സിദ്ധ പാരമ്പര്യവും അവർ സഞ്ചരിച്ച വഴികളും അവിടെ നിന്ന് പൂജിച്ച കഥകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ബോഗർമോഷ് സഞ്ചരിച്ച് ഒരുപാട് മലകളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിനുള്ളിലേക്ക്. ഇതെല്ലാം ബേസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മുരുകൻ്റെ ഓരോ എനർജി പോയിന്റും കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ നാദർ ട്രഡീഷനാണ്, ബോഗർനാഥർ എന്ന് പറഞ്ഞാൽ നാദറാണ്, അദ്ദേഹത്തിന് ഗുരു കാലിംഗനാഥറാണ്. ഈ നാദർ ട്രഡീഷനിലുള്ള ആൾക്കാർ ഇപ്പോൾ ഗോരഖ്നാഥരുടെ പരമ്പരയിലാണ് യോഗിജി, യോഗി ആദിത്യനാഥ്, അത് ഗോരഖ്നാഥരുടെയാണ്. അപ്പൊ ഈ നാദർ ട്രഡീഷനിലാണ് ഉള്ള ആൾക്കാരാണ് ഇവര് കൂടുതലിരുന്ന സ്ഥലങ്ങളാണ്, ശൈവ പാരമ്പര്യമായിട്ട് ഉണ്ട്. പക്ഷെ ഗുരുവായിട്ട് മുരുകനാണ്. ഇവര് കൂടുതലിരുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് പശുപതിനാഥ്, കേദർനാഥ് എന്നൊക്കെ പേര് വരാൻ പോലും, അമർനാഥ് ചേർന്നുണ്ട്. അത് ഇവര് കൂടുതലിരുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ ഈ തമിഴ് സിദ്ധന്മാരെ കുറിച്ച് നമ്മള് അവര് പറയുന്ന രീതികളും അതിലേക്ക് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ നേരെ കിട്ടുന്നത് മുരുകനിലേക്കായിരിക്കും. അത്രയും അഭേദ്യമായ ബന്ധമാണ് മുരുക ഭഗവാനും സിദ്ധന്മാരുമായിട്ടുള്ള. ഈ ശരിക്കും ആ തമിഴ് സിദ്ധ പരമ്പരയുമായിട്ട് ഇപ്പോൾ അങ്ങ് മുന്നോട്ട് വെക്കുന്ന ഈ മുരുക ഉപാസനയ്ക്ക് ഒരു ബന്ധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണോ, എന്താണ് അതിനെ? തീർച്ചയായും. എനിക്ക് ഇപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ പൂജിക്കുമ്പോൾ തമിഴ് സിദ്ധന്മാരെയും കൂടി നമ്മൾ അതിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ഇപ്പോൾ കതിർഗാമ എന്ന സ്ഥലമുണ്ട് ശ്രീലങ്കയിൽ, അത് ബോഗർനാഥർ വെച്ചിട്ടുള്ള മുരുകയന്ത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ എന്താ പറയുക, തമിഴ് സിദ്ധന്മാർ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അത് വളരെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകുമ്പോൾ നമുക്ക് അത്തരം ഓരോ വഴികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ കന്നിവാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പർവ്വതമല എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ തമിഴ്നാട് ഉൾഭാഗത്തുള്ള സ്ഥലങ്ങളാണ്. ഈ പറഞ്ഞ ഇപ്പൊ തിരുപ്പുറക്കുണ്ട്രം പോലെയുള്ള എനിക്ക് തോന്നുന്നു 6 സവിശേഷമായ ചില 6 പടവീട് എന്ന് പറഞ്ഞാൽ 6 ആർമി ക്യാമ്പാണ്. അതായത് നമ്മളിപ്പോ ബാക്കിയുള്ള അമ്പലങ്ങൾ എന്ന് പറയും, ദേവദൂതരുടെ അമ്പലങ്ങളെന്ന് പോലെ എല്ലാം മുരുകന്റെ അമ്പലങ്ങൾ പറയും. 6 പടവീട് എന്ന് പറയണത് 6 ആർമി ക്യാമ്പാണ്. അത് ദേവസേനാപതി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സങ്കല്പം ആർമി ക്യാമ്പായിട്ട് വന്നത്. അത് കുമാരികാണ്ഡം എന്ന് പറഞ്ഞ സമയത്ത് ലോകം മുഴുവൻ വരുന്നതാണ്. അത് കടലെടുത്ത് പോയപ്പോൾ കൊണ്ടുവച്ച റിപ്പിളിക്കാണ് തമിഴ്നാട്ടിലുള്ള 6. കുമാരികാണ്ഡ സമയത്ത് ആദ്യത്തെ സംഘകാലഘട്ടം നടന്നത് കുമാരികാണ്ഡത്തിലാണ്. അപ്പൊ അതൊരു കാലത്ത് നശിച്ചു പോയപ്പോൾ അതിന് വിട്ടുപോയ ആൾക്കാരെ തേടി തന്നെ നമ്മൾ ഇറാഖിൽ പോയി നിൽക്കും. ഒരുപാട് വ്യാപിച്ചു, കടല് കടന്നും വ്യാപിച്ചു. യസീദുകൾ എന്ന് പറഞ്ഞ വിഭാഗത്തിലെ കാണാൻ പറ്റും. മയിലിന്റെ മേലെ നിൽക്കുന്ന ഒരു മാലാഖിയാണ് അവര് പൂജിക്കുന്നത്. അവര് ഇറാഖിലെ കുർദിഷ് മേഖലയിലാണ് അവരുള്ളത്. അവിടെ ലാലിഷ് ടെമ്പിൾ പറഞ്ഞ ടെമ്പിളാണ് അവർക്ക് ഫേമസ്. അത് മയിലിന് മേലേക്കണ ഇതാണ്. ഞാൻ അടുത്ത കാലത്ത് ഞാനൊരു 5-6 മാസം മുമ്പ് അർമേനിയയിൽ പോയിട്ടുണ്ടായിരുന്നു. അവര് 2ാമത്തെ വലിയ അമ്പലമാണ് അവിടെ അർമേനിയയിലുള്ളത്. ഈ അർമേനിയയിൽ പോയതിന് ഞാൻ അമ്പലത്തിൽ പോയതിന്റെ പിറ്റേ ദിവസം അവിടെ ലോക യസീദി സമ്മേളനം നടക്കുക. ഞാൻ അറിഞ്ഞു പോയതല്ല, യസീദികളുടെ ലോകത്തു നിന്ന് എല്ലാ യസീദികളും അവിടെ എത്തിയിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് മെയിൻ പുരോഹിതൻ എത്തിയിട്ടുണ്ട്. ഞാൻ ആ സമ്മേളനത്തിൽ പോയിട്ട് ഉള്ളിൽ ചെന്ന് മുരുകന്റെ മയിലുമേ ഇരിക്കുന്ന മുരുകന്റെ പടം അവർക്ക് കൊടുത്തു. കാരണം അവര് മയിലുമേ ഇരിക്കണ മാലാഖിയാണ് പോലിരിക്കണം. ഇതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുകൊടുത്തു. എല്ലാവരും എന്നെ ചുറ്റും കൂടി ആ ഫോട്ടോ മേടിച്ച് ഉമ്മ വയ്ക്കലും അവസാനം മെയിൻ പുരോഹിതന് ആ ഫോട്ടോ എടുത്തിട്ട് ഇറാഖിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ എൻ്റെ മേടിച്ച് കൊണ്ടുപോയി. അപ്പോൾ ആ ചരിത്രത്തിൽ നമ്മൾ തേടി പിടിക്കുമ്പോഴേ ചില കണ്ണികളെ കൂട്ടി വയ്ക്കേണ്ട ഒരു കാലഘട്ടം അത് ഈ യുഗത്തില്. അപ്പൊ അത്തരം ഇപ്പൊ നമ്മള് ഇവിടെ ചൈനയിൽ പോയി കഴിഞ്ഞാൽ നമ്മള് താവോയിസ്റ്റുകളെ കാണാം. ഈ താവോയിസ്റ്റുകളുടെ ഫോളോ അപ്പ് ബാക്കി അവരുടെ ഗുരു ലാവോസ് എന്ന് പറഞ്ഞ ഗുരു. ഈ ലാവോസിന് നമ്മൾ ചെന്ന് കണക്ട് ചെയ്യണത് ബോഗർ ചിത്ര തന്നെയാണ് ലാവോസ്. അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി ഈ പരമ്പര തുടങ്ങിയത് അദ്ദേഹം. അപ്പൊ ബോഗർ ചിത്ര ചൈനയിൽ പോയി ലാവോസ് എന്ന പേരിൽ സ്ഥാപിച്ച മതമാണ് താവോയിസം. ഞാൻ അവര് ചെന്ന് കണ്ടിരുന്നു. എന്നിട്ട് പഴനിയിൽ നടത്തുന്ന യാഗത്തിലേക്ക് ക്ഷണിച്ചു. ഞങ്ങളുടെ ഗുരു ഒന്നാണ്. അവര് വന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ പരിപാടിക്ക് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അപ്പൊ ഇത്രയും കുറെ വിട്ടുപോയ ഒരു സമയമുണ്ട് കുമാരികാണ്ഡത്തിന് ശേഷം. അതൊക്കെ കൂട്ടിച്ചേർക്കണ ഒരു ടൈമാണ്. അതിപ്പോ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. അവിടെ ഒരു ചന്ദ്രഗുപ്ത മൗര്യന്റെ നാണയശേഖരങ്ങളിൽ മുരുകന്റെ പടം കാണാൻ പറ്റും. അല്ല, പൊതുവെ പറയപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ ദക്ഷിണേന്ത്യയിലെ ആചാരങ്ങളല്ല ഉത്തരേന്ത്യയിൽ, ദക്ഷിണേന്ത്യയിലെ ശൈലിയല്ല. അത് വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും ഭാഷയിലും ഒക്കെ ഇങ്ങനെ കൽപ്പിച്ചു വരുന്നുണ്ട്.
പൊതുവെ മുരുക ഭഗവാനെ ഒരു ദക്ഷിണ ഭാരതത്തിൻ്റെ ഉപാസനാമൂർത്തിയായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യത്തെ മറികടക്കാൻ അതാണ് ഒരു കുറച്ച് രാഷ്ട്രീയം പറയുകയാണെങ്കിലും മുരുക ഭഗവാനെ തമിഴ്നാടിൻ്റെ ദൈവമാക്കി നിർത്തി ദേശീയതയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഇടക്കാലത്ത് വന്നു കൊണ്ടുവരാൻ വേണ്ടി അവിടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ തിരുപ്പരംകുன்ற വിഷയ സമയത്ത് അവിടുത്തെ കുറെ, അതായത് ചില പണ്ഡിതർ മനഃപൂർവ്വം മുരുകൻ ഹിന്ദു അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന. ഞാനതാ 1-2 വാർത്തകൾ വായിച്ചു. ഇസ്കന്ദർ എന്ന ശബ്ദം അലക്സാണ്ടർ ഹിന്ദു അല്ല. പിന്നെ പറഞ്ഞ അഗസ്ത്യസിദ്ധർ എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് നമ്മള് മുരുകനെ ദേശീയതയിലേക്ക് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഉജ്ജയിനിൽ യാഗം നടത്തിയപ്പോൾ പഴനിമലയിൽ നിന്ന് മുരുകനെ പൂജിച്ച വിഗ്രഹം ബൈ റോഡാണ് ഉജ്ജയിലേക്ക് കൊണ്ടുപോയത്. അന്ന് എന്തിനാ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ കട്ടിങ് സൗത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയത്. പിന്നെ ഇത് പ്രസ്താവന ഞങ്ങൾ ഇറക്കിയിട്ട് പോയത്. ഇതിന്റെ സമയത്ത് നമ്മുടെ ഈ തിരുപ്പരംകുன்ற വിഷയം നടക്കുന്ന സമയത്ത് മറ്റേ ഓടുന്ന മെയിൻ ആൾക്കാർ ചോദിച്ച ചോദ്യമുണ്ട്, അയോധ്യയിൽ പോയിട്ട് തമിഴ് രീതിയിൽ മുരുകനെ പൂജിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ ചെയ്തു. അവിടെ ഹോമം നടത്തി അയോധ്യയിൽ തഞ്ചാവൂരിൽ തമിഴ് ആൾക്കാർ വന്നിട്ടാണ് പൂജ ചെയ്തത്. അപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ മുരുകന് ഇല്ല എന്ന് പറയുന്നത് ചരിത്രമാണ്. ഇടക്കാലത്ത് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല ചന്ദ്രഗുപ്ത മൗര്യന്റെ മകന്റെ പേര് കുമരഗുപ്ത എന്നാ. അദ്ദേഹത്തിന് മകന്റെ പേര് സ്കന്ദഗുപ്ത എന്നാ. ഒരു രാജാക്കന്മാർക്ക് ആ പേര് ഇടണമെങ്കിൽ എത്ര കണക്ഷൻ ഉണ്ടാവുമല്ലോ, എത്ര ജനങ്ങൾക്ക് ആ പേരുണ്ടായിട്ടുണ്ടാവും ആ സമയത്ത്. ഒരു രാജാവിന് ആ പേരുണ്ടെങ്കിൽ എത്ര ആൾക്കാർ ഉണ്ടാവും. അപ്പൊ പിന്നെ വിദേശാന്ന സ്ഥലത്ത് മധ്യപ്രദേശിലൊരു ഗുഹയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചന്ദ്രഗുപ്തന്മാരുടെ സ്ഥാപിച്ച 18 ഗുഹകളാ. ഇപ്പൊ അത് യുനെസ്കോ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ 3ാമത്തെ ഗുഹ ആ 18 ഗുഹയില് 3ാമത്തെ ഗുഹയില് മുരുകനാ. പഴനി മുരുകൻ അങ്ങനെ ഇരിക്കണോ മുരുകൻ അതേപോലെ ഉള്ളതാ. അതിന് ഇന്റർനെറ്റിൽ അടിച്ചാൽ കിട്ടും. 3ാമത്തെ ഗുഹയിൽ ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും ചരിത്രങ്ങള് ഒക്കെ മറച്ചു പിടിച്ചിട്ടാണ് ഉത്തരേന്ത്യയില് മുരുകൻ ഇതിനെ തമസ്കരിക്കാൻ മനഃപൂർവ്വമായി. പിന്നെ അടുത്ത ഓപ്ഷൻ അവിടെ കാർത്തിക എന്നാണ് പറയുന്നത്, ഇവിടെ മുരുകൻ എന്നാ പറയുന്നത്. അത് നമ്മള് ഓരോ ദൈവങ്ങളുടെ വിദേശത്ത് പറയണ അതേ പേരിലല്ലല്ലോ ഇവിടെ പറയാം. അത് ഭാഷ പര്യായങ്ങളുണ്ട്. അപ്പൊ അത് പക്ഷെ പറയുമ്പോ ഇതൊക്കെ ശ്രമിക്കണം. അപ്പൊ ആ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അത് മാറി വീണ്ടും ഉത്തരേന്ത്യയിലേക്ക് ഈ കാർത്തിക സങ്കല്പം. ഈ അടുത്ത കാലത്ത് സിക്കിമിൽ പോയപ്പോ രസമുണ്ടായി. ഞാൻ മെയ് 1 യാഗത്തിന് പോയല്ലോ. അപ്പൊ ചോള പാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ആ ചോള പാസിന്റെ പേര് വരാൻ കാരണം രാജേന്ദ്ര ചോള എന്ന് പറഞ്ഞ 2000 വർഷം മുമ്പ്. ഇപ്പൊ നമ്മളിപ്പോ 1600 ഇവിടുത്തെ ഈ തഞ്ചാവൂർ അമ്പലം അങ്ങനെയൊക്കെ. അതിനും 900 വർഷം മുമ്പ് രാജേന്ദ്ര ചോളൻ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ട്രിച്ചിയിൽ ഒരു അണക്കെട്ട് കെട്ടിയിട്ട് ഇപ്പോഴും ഉണ്ട്. 2000 വർഷം മുമ്പ് കെട്ടിയ അണക്കെട്ട് ഇപ്പോഴും ഉണ്ട്. അതിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പ്രതിമ വെച്ചിട്ടുണ്ട് ഗവൺമെന്റ്. ആ രാജേന്ദ്ര ചോളൻ സഞ്ചരിച്ചൊരു വഴിയാണ് ചോള പാസ്. അപ്പൊ അവിടേക്ക് ഞങ്ങൾ പോകും. അവിടേക്ക് പോണ സമയത്ത് ഭയങ്കര അത്ഭുത കാഴ്ചയാണ്. ഞാനൊരു 2 കൊല്ലം മുമ്പ് സിക്കിമിൽ പോയപ്പോ അതുണ്ടായിരുന്നില്ല. 5 മാസം മുമ്പ് ഇന്ത്യൻ ആർമി പണിത മുരുകന്റെ അമ്പലം ഉണ്ട് അവിടെ. 5 മാസമായിട്ടുള്ളൂ. അതിൽ ഞാൻ എന്നിട്ട് ഇറങ്ങി ഉള്ളിൽ കയറിയിട്ട് പൂജ ചെയ്തു. പൂജ ചെയ്തപ്പോ ഉള്ളിലൊക്കെ പഴനിമലയും രാജാലക്കാരെ ഫോട്ടോ. അനുഭവമാണ്. ഞാൻ പൂജ ചെയ്യാനും പറ്റി. അല്ല, അപ്പൊ അത് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പൊ അത് മാറ്റി നിർത്തുന്നല്ല മുരുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ രക്ഷകനാണ്. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി, ഈ മുരുക ഭഗവാന്റെ വിഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിലതൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഇത് വളരെ പലപ്പോഴും ഈ വിഗ്രഹങ്ങളിൽ അഭിഷേകം ചെയ്തു വരുന്ന ജലം, അതുപോലെ തന്നെ പായസം, അങ്ങനെ പല കാര്യങ്ങൾ അഭിഷേകം ചെയ്യും. ഈ അഭിഷേകം ചെയ്തു വരുന്നതെല്ലാം ദിവ്യ ഔഷധങ്ങളായത്. അത് ഈ സിദ്ധ പരമ്പരയുമായിട്ടും അതിനീ പറയുന്നത് പോലെ നമ്മുടെ ഒരു പാരമ്പര്യ ചികിത്സാ ക്രമമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ തമിഴ് ശൈവ പാരമ്പര്യം എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും ഈ സിദ്ധന്മാരെല്ലാം ആ പൂർവ്വ ഗുരുവിനെ സ്മരിച്ചിട്ടാണ് അവർ ഇപ്പോഴും ഈ സിദ്ധ പരമ്പരയിൽപ്പെട്ട വൈദ്യന്മാർ ചികിത്സിക്കുമ്പോൾ അവരുടെ ആ പൂർവ്വ ഗുരുവിനെ സ്മരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ 18 സിദ്ധന്മാരുടെയും അങ്ങ് പറഞ്ഞതുപോലെ അവരുടെയും പരമഗുരുവായിരിക്കുന്ന സാക്ഷാൽ മുരുക ഭഗവാനെ. അപ്പോൾ ഈ കേൾക്കുന്നതിൽ ഈ പറയുന്നത് പോലെ ഈ വിഗ്രഹങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും? പഴനിയിലത്തെ വിഗ്രഹം നവപാഷാണാണ്. 9 വർഷമാണ്.
9 വേഷം കൂടി ചേരുമ്പോൾ ഔഷധമായിട്ട് മാറുന്ന രീതിയിലേക്കാണ് ഭോഗർസിദ്ധര്. ഈ നവപാഷാണം, സപ്തപാഷാണം, പഞ്ചപാഷാണം എന്നൊക്കെ സപ്തപാഷാണത്തിൽ പൂമ്പാറയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മുരുകന്റെ വിഗ്രഹത്തിൽ അത് ചെയ്യുമ്പോ അഭിഷേകം ചെയ്ത് വരുന്ന ഒരു ഔഷധമായി സിദ്ധന്മാരെപ്പോഴും ചെയ്യും. പല രോഗങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ് അത്. സിദ്ധന്മാരെപ്പോഴും സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, അമ്പലം വെക്കാൻ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, താമസിക്കാൻ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അവര് ചില ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടോ നോക്കും, ഔഷധ കൂട്ടുകളുണ്ടോ നോക്കും, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യാറ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എപ്പോഴും നമുക്ക് ഒരു വലിയ ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് ഇതിന്റെ പുറകിൽ. സിദ്ധന്മാരെ ഇതിനു മുമ്പ് മഹർഷിമാരും സിദ്ധന്മാരും തമ്മിൽ വ്യത്യാസതാണ്. മഹർഷിമാർ പറഞ്ഞാൽ എപ്പോഴും ഒരു ആശ്രമം ഉണ്ടാവും, തപസ് ചെയ്യും, ശിഷ്യന്മാരെ പഠിപ്പിക്കും. പക്ഷെ സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ സയൻസിനും കൂടി കണക്ട് ചെയ്യും. അവര് ആൽക്കമിസ്റ്റാണ്, വൈദ്യരാണ്, അങ്ങനത്തെ ഓരോ സാധനങ്ങളും എല്ലാ അറിവുള്ള ഒരാൾക്കാരാണ് ഇത് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് അവർ സിദ്ധന്മാർ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അവർ ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങിയിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഇപ്പോഴും പബ്ലിക്കായിട്ട് കണക്റ്റഡ് ചെയ്യുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് ഭോഗനാഥ സിദ്ധരെ കുറിച്ചൊക്കെ അത് പ്രത്യേകം പറയും. അദ്ദേഹം എല്ലാ രഹസ്യങ്ങളും പുറത്ത് പറയുന്നതിൽ എതിർപ്പുള്ള സിദ്ധന്മാരുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് എല്ലാം കൊടുക്കരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം അത് ചെയ്തില്ല എന്ന് പറയുന്നതാണ് തമിഴ്നാട്ടിൽ കാണുന്ന ആ വരലാറിലൊക്കെ കാണുന്നത്. അപ്പൊ അവരെപ്പോഴും പബ്ലിക്കായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അവരൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു 10 ലക്ഷങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണം. നമ്മൾ ആ സിദ്ധന്മാരുടെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടണ ഒരു അറിവുകൾ കിട്ടാം, അനുഭൂതി കിട്ടും. അതിന്റെ അതൊക്കെ ഒരു വേറൊരു മേഖലയിലേക്ക് നമ്മൾ തുറന്ന് ഒരു ആധ്യാത്മികമായ ഒരു വലിയ ഉണർവ്. ഇനി അങ്ങ് ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് ലക്ഷ്യം വെക്കുന്നത് ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഈ എന്താ പറയുക, മുരുക ഭഗവാന്റെ ഭരണം, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സനാതന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതചര്യ, ഇതൊക്കെയാണ് അങ്ങ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് എത്ര കാലം കൊണ്ട് സാധിക്കാൻ കഴിയും? നമുക്ക് ഇനി എന്തൊക്കെ സമീപകാലത്ത് എന്തൊക്കെ അതിന് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ പറയുന്നത് മുരുകയുഗമാണ്. മുരുകയുഗത്തിൽ ഉണ്ടാവുന്ന അടയാളങ്ങൾ ഭാരതം ലോകം ഭരിക്കും. കുമാരികാരണത്തിൻ്റെ അറിവുകൾ പുറത്തു വരും, കൂടുതൽ ആൾക്കാരിൽ എത്തിച്ചേരും. തമിഴ് സംസ്കാരം ഭയങ്കര ലെവലിലേക്ക് ലോകം മുഴുവൻ എത്തും. തമിഴ് ഭാഷയും ഒപ്പം നമ്മളെ തേടി പുറത്തുനിന്ന് ആൾക്കാർ വരും. ഇത്തരം കാര്യങ്ങളാണ് അതിന്റെ അടയാളങ്ങളായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ മുരുകയോ 2020 ഫിസിക്കൽ എർത്തിൽ ആരംഭിച്ചു. അതിൽ ഭാരതം ഉയർന്നു വരാനുള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡ്യൂട്ടി, എല്ലാമാർക്കുടെ ഡ്യൂട്ടി അത് തന്നെയാണ്. ഏറ്റവും അവസാനം മെയ് 1 നമ്മൾ സിക്കിമില് യാഗം നടത്തിയത് ഈ കുറച്ച് ദിവസം മുമ്പ് അതിന് വേണ്ടിയിട്ടാണ്. ഭാരതം ഡീപ് സ്റ്റേറ്റ് ആവുക എന്നുള്ളൊരു ലോകത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി അടുത്ത ഡ്യൂട്ടികൾ എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു ടൈം യാഗമാണ്. പിന്നെ ഒരു ഭഗവാന്റെ ഒരു അമ്പലം, അതിൽ ഭഗവാന്റെ സിംഹാസനം, അത്തരം കാര്യങ്ങളാണ്. പക്ഷെ കുറച്ചാൾ ഞാൻ കുറച്ച് വിശ്രമത്തിലാണ്, റെസ്റ്റാണ്. പ്രത്യേകിച്ച് കാരണം തുടർച്ചയായിട്ട് ഡ്യൂട്ടികളായിട്ട് വല്ലാതെ ഭയങ്കര ഇതായിരുന്നു. കുറച്ചാളൊക്കെ റെസ്റ്റ് എടുത്തിട്ട് മെല്ലെ അതിലേക്ക് കടന്നു. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ സംരംഭം ഒരു ഈശ്വര നിയോഗം ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഭാരതത്തിൻ്റെ ഉന്നതി, അതും കൂടി അതിനകത്ത് ലക്ഷ്യം വെച്ച്. അതന്നെ നമ്മുടെ എല്ലാമാർക്കും മെയിൻ പറയണത് പഴയണോ ജയ് ഭാരത. അതാണ് നമ്മൾ സാക്ഷാൽ ദേവസേനാപതിയുടെ അനുഗ്രഹവും ദേവസേനാപതിയുടെ പരിപൂർണമായ ശക്തിയും അതിലേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.